കഴിഞ്ഞ ഡയബറ്റീസ് ഡേക്ക് നവംബർ 14 ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണോ? ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ. അതായത് പ്രമേഹം നമുക്ക് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താവുന്ന ഒന്നാണ് എന്നൊരു കണ്ടന്റിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പറഞ്ഞ കറക്റ്റാണ്. വീഡിയോ കേട്ട അല്ലെങ്കിൽ കണ്ട കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പ്രമേഹം എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് മാനേജ് ചെയ്യാൻ മാത്രമേ കഴിയൂ എന്നാണ് നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പലരും ജനറ്റിക് ആണെന്ന് വിശ്വസിക്കുന്നവരും. അതെ, നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്ന മറ്റൊരു പോയിന്റ്, എൻ്റെ ഫാമിലിയിൽ പല ആൾക്കാർക്കും പ്രമേഹമുണ്ട്, എൻ്റെ പാരൻസിന് പ്രമേഹമുണ്ട്. സോ ഐ ഹാവ് ടു ലീവ് വിത്ത് ദാറ്റ്. അത് സഹിക്കുക മാത്രമേ നിർവാഹമുള്ളൂ, എനിക്ക് തിരിച്ചു പോക്ക് സാധ്യമല്ല എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന പല ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല എപ്പിജനറ്റിക് സ്റ്റഡീസും പറയുന്നത് ഈ ഡയബറ്റീസിൻ്റെ എക്സ്പ്രഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറ്റിക് കോൺട്രിബ്യൂഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് എൻവയറമെൻറ്റ്. ഈ എൻവയറമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആക്ച്വലി ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഇന്നത്തെ ഒരു കറക്റ്റ് മെഡിക്കൽ ടൈം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫങ്ഷണൽ അപ്രോച്ചിൽ കൂടി ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ശരിക്കും എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡയബറ്റീസ് ശരിക്കൊരു കയ്യിലിരിപ്പ് രോഗമാണ്. അതായത് നമ്മളുടെ ദുശീലങ്ങൾ അല്ലെങ്കിൽ ശീലമെന്ന് കരുതി നമ്മൾ ഫോളോ ചെയ്യുന്ന പല ദുശീലങ്ങളുടെയും ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാനിവിടെ പറഞ്ഞത് റിവേഴ്സിബിൾ എന്നാണ്, ക്യൂറബിൾ എന്നല്ല പറഞ്ഞത്. അതായത് നമ്മളുടെ ഈ വീണ്ടും പഴയ ശീലങ്ങൾ, ചിട്ടയില്ലാത്ത ജീവിതവും ശീലങ്ങളോട്ട് മടങ്ങുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദർ ഇസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഇൻവോൾവ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കരുതുന്നൊരു കാര്യമുണ്ട്, ഡയബറ്റീസ് റിവേഴ്സലിന് ശരിക്കും എഡ്യൂക്കേഷൻ ഈസ് എ റൈറ്റ് കൈൻഡ് ഓഫ് മെഡിക്കേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തൊക്കെയായിരിക്കും അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾ സാധാരണ കരുതുന്നൊരു കാര്യമുണ്ട്, രക്തത്തിൽ അമിതമായിട്ട് പഞ്ചസാര കൂടുക അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടുക, നമ്മളതിനെ വിളിക്കുന്നത് ഹൈപ്പർ ഗ്ലൈസിമിയ എന്ന് പറയുന്നതാണ് പ്രമേഹം എന്നാണ് നമ്മൾ കരുതുന്നത്. ആക്ച്വലി അതൊരു ലക്ഷണം മാത്രമാണ്, നമ്മുടെ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്, സിംറ്റം ഓഫ് സംതിങ് റോങ് ഹാപ്പനിങ് ഇൻ യുവർ ബോഡി. രക്തത്തിൽ അമിതമായിട്ട് ഇൻസുലിൻ കൂടുക, അതായത് ഹൈപ്പർ ഇൻസുലിനീമിയ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനുള്ള പ്രതികരണം കുറയുക അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ വഴങ്ങാതിരിക്കുക. വി കോൾ ഇറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയയുടെയും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും ഒരു ലക്ഷണം മാത്രമാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഷുഗറിനെ കുറയ്ക്കുന്നൊരു ചികിത്സാ രീതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ചികിത്സാ രീതി ഒരിക്കലും ലോങ് ടേമിൽ ഡയബറ്റീസ് റിവേഴ്സിന് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞൊരു 5-10 വർഷം ഡയബറ്റിക്കാണ്, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഗുളികകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഈ അടുത്ത കാലത്തും ടെസ്റ്റ് ചെയ്തിരുന്നു, എൻ്റെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ വളരെ നോർമലാണെന്നുള്ളത്. മേ ബി ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിരിക്കാം, പക്ഷേ ദ ഡയബറ്റീസ് ഈസ് സ്റ്റിൽ റണ്ണിങ് ഇൻ ഈ സിസ്റ്റം. നമുക്കെല്ലാവർക്കും അറിയാം, ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റു പല രോഗങ്ങളിലോട്ടും കൊണ്ടെത്തിക്കും. ഉദാഹരണത്തിന് അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവും, ഒബേസിറ്റി ഉണ്ടാവാം, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാകാം, സ്ത്രീകളിലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവും, കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാക്കാം, ഈവൻ ക്യാൻസറിലുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പ്രത്യേകിച്ചിട്ട് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, രക്തത്തിൽ പഞ്ചസാര കൂടിയിരിക്കുന്നത് ഈസ് ജസ്റ്റ് എ സിംറ്റം, ഹൈപ്പർ ഗ്ലൈസീമിയ ഈസ് ജസ്റ്റ് എ സിംറ്റം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഹൈപ്പർ ഇൻസുലിനീമിയ ഈസ് ദ ഡിസീസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമുക്ക് എന്തെങ്കിലും ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായി, മേ ബി ഒരു ന്യൂമോണിയ ഉണ്ടായി. ഓക്കെ, മിക്ക ആൾക്കാരിലും ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഫീവർ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഹിയർ ഫീവർ ഇസ് ദ സിംറ്റം ആൻഡ് ഇൻഫെക്ഷൻ ഈസ് ദ ഡിസീസ്. അപ്പോൾ ഫീവറിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലോ. അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലാണ്. അതായത്
പ്രമേഹത്തിനെ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ. ഇപ്പോൾ പറഞ്ഞല്ലോ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത് ഒരു വെറും സിംറ്റമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? ഓക്കെ, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട്, അതായത് ഡയബറ്റീസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രമേഹം ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് ശരിക്കും മനസ്സിലാക്കണമെന്നെങ്കിൽ നമ്മൾ കുറച്ച് സെൽ ബയോളജിയും അതോടൊപ്പം തന്നെ കുറച്ച് ബയോ കെമിസ്ട്രിയും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗൻ പാൻക്രിയാസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇതിലിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടാണ്, അന്നജത്തെക്കുറിച്ചിട്ടാണ്. നമ്മളിന്ന് കഴിക്കുന്ന ഒട്ടുമിക്ക അന്നജങ്ങളും, അപ്പോൾ ധാന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ബിക്കംസ് ഗ്ലൂക്കോസ്. ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂവലാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ട്രില്യൺസ് ഓഫ് സെൽസിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം മുഴുവൻ കിട്ടുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ് പ്രധാനമായിട്ടും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ ഫെസിലിറ്റേറ്റർ. കോശങ്ങൾക്ക് അകത്തോട്ട് എത്തിക്കുന്നത് ഒരു ഫെസിലിറ്റേറ്റർ വേണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റേറ്റർ ഇൻസുലിനാണ്. നമുക്കറിയാം അത് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസാണ്. ഇൻസുലിൻ ഇസ് എ വെരി വെരി പവർഫുൾ ഹോർമോൺ. ശരീരത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വിഘടിച്ച് ഗ്ലൂക്കോസായിട്ട് മാറുന്നു. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്ന കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസോട്ട് മെസ്സേജ് പോകുന്നു, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ഓൾസോ കംസ് ടു ദ ബ്ലഡ്. ഓക്കെ, പക്ഷേ ഈ ഫെസിലിറ്റേഷൻ പരിപാടി നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രക്രിയയിൽ കൂടെയാണ്. ശരീരത്തിൽ കോശങ്ങൾക്കകത്തോട്ട് ഗ്ലൂക്കോസ് കയറണമെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എ റിസപ്റ്റർ. ഇതൊരു ഇൻസുലിൻ റിസപ്റ്ററാണ്. ശരീരത്തിലെ രക്തത്തിൽ നിന്ന് ഇൻസുലിൻ കോശങ്ങളുടെ മെംബ്രെയിനിലുള്ള ഈ ഇൻസുലിൻ റിസപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആവും. ഇറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. നമുക്കതിന് വേണമെങ്കിൽ ഒരു മോളിക്കുലർ ഹാൻഡ് ഷേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇൻസുലിൻ അറ്റാച്ച് ചെയ്യുന്നു. ഇൻസുലിൻ അറ്റാച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ ഒരു സീക്വൻസ് ഓഫ് സിഗ്നലിംഗ് സിസ്റ്റംസ് ഇവിടെ ആക്ടിവേറ്റഡ് ആകുകയാണ്. ആ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തോട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രക്രിയ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് താക്കോലും റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു ലോക്കുമാണ്. സോ ഇങ്ങനെയാണ് ആ ഫങ്ഷൻ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉള്ളത് ലിവറിലുണ്ട്, സ്കെൽറ്റൽ മസിൽസിലുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് മസിൽസിലുണ്ട്, ബ്രെയിനിലുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഡെപ്പോസിഷൻ അഡിപ്പോസ് സെൽസിലാണ്. നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നന്നായിട്ട് ഇൻസുലിൻ ഉണ്ടായാൽ, ശരീരം നന്നായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയും. കാരണം ഈ ഗ്ലൂക്കോസ് കോശങ്ങൾക്കകത്തോട്ട് കയറും. പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പോൾ നമുക്കറിയാം, ഉദാഹരണത്തിന് ടൈപ്പ് 1 ഡയബറ്റീസിൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കഴിവ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. ആ സമയത്ത് രക്തത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് കൂടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് ഇൻസുലിൻ തന്നെ ചികിത്സയായിട്ട് ചെയ്യേണ്ടി വരുന്നത്. സോ ലോ ഇൻസുലിൻ മീൻസ് ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ഹൈ ഇൻസുലിൻ മീൻസ് ഹൈപ്പോഗ്ലൈസീമിയ. ഒരു നല്ല റോബസ്റ്റ് ആയിട്ടുള്ള, അതായത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം, നല്ല ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഹെൽത്തി ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 80കളിലാണ് എപ്പോഴും നല്ലത്. ബിറ്റ്വീൻ 70 to 90 അതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്തുള്ള ഇൻസുലിൻ ലെവൽസ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി ഇൻസുലിനാണ്. ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ ലെവൽസ് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ 5 യൂണിറ്റിൽ താഴെയാകുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മീൽ കഴിച്ചതിന് ശേഷം നമ്മുടെ പോസ്റ്റ് പാർട്ടിയൽ ബ്ലഡ് ഷുഗർ ഒരു 90 മിനിറ്റ് കഴിയുമ്പോൾ 120, 2 മണിക്കൂർ കഴിയുന്ന സമയത്ത് 100ൽ താഴെയാകുന്നതാണ് എപ്പോഴും ഹെൽത്തി. ഇത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, A1C, HbA1c ഒരു 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കറാണ്. അത് നല്ല ഹെൽത്തി ആയിട്ട് ലെവൽ ഇറ്റ് ഷുഡ് ബി ബിലോ 5.6.
സോ ഇങ്ങനെയാണ് നോർമലായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം നടക്കേണ്ടത്. ഒരു വ്യക്തി എപ്പോഴാണ് പ്രമേഹ രോഗിയാകുന്നത്? നോർമലി അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 125 മുകളിലോട്ട് കയറുന്ന സമയത്താണ് അദ്ദേഹം പ്രമേഹ രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ യു ഡോണ്ട് വേക്ക് അപ്പ് വിത്ത് ഡയബറ്റീസ്. ഒരു സുപ്രഭാതത്തിൽ പ്രമേഹ രോഗിയാകുന്നതല്ല. അതിനു മുമ്പ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ പ്രക്രിയകളുണ്ട്. ഞാൻ അതൊന്ന് കുറച്ചുകൂടെ ഡീപ്പറായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ഡയറ്റ്. ഇന്നത്തെ നമ്മുടെ കൺവെൻഷണൽ ഡയറ്റ് നോക്കിയാൽ എന്താ പ്രത്യേകത? വെരി ഹൈ കാർബ്, പ്രത്യേകിച്ചിട്ടും ഫാസ്റ്റ് കാർബ്, വളരെ പെട്ടെന്ന് ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത്. നമ്മളിന്ന് കഴിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ കേരളീയനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയും പുട്ടും ദോശയും ചപ്പാത്തിയും ചോറും കഞ്ഞിയും ബ്രെഡും അതുപോലെ തന്നെ ബേക്കറി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കോള, സ്വീറ്റ്സ്, ഇതെല്ലാം ഇറ്റ്സ് ലോഡഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈ ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹൈ കാർബ് ഡയറ്റിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ശരീരത്തിലോട്ട് വരുന്ന ഇത്രമാത്രം ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വേറെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്നത് ക്രമേണ ശരീരത്തിൽ നിന്ന് പാൻക്രിയാസ് ഓവർ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ഇൻസുലിൻ ശരീരം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പർ ഇൻസുലിനീമിയ. ഞാനിതിനെ വിളിക്കുന്നത് ഒരു പ്രീ ഡയബറ്റീസ് എന്നാണ് പറയുക. ഒരു പ്രീ ഡയബറ്റീസിൻ്റെ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിരിക്കാം, PPBS നോർമലായിരിക്കാം, A1Cയും നോർമലായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നത് ഇൻസുലിൻ ചെക്ക് ചെയ്യാറില്ല. ഹീൽ ബി ഹാവിങ് എലിവേറ്റഡ് ലെവൽ ഓഫ് ഇൻസുലിൻ. മിക്കവാറും 5 മുകളിലോട്ട് ഇൻസുലിൻ ലെവൽസ് ഉണ്ടാവും. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ പ്രീ ഡയബറ്റീസിലുള്ള ആൾക്കാരിൽ പ്രധാനമായിട്ടും കാണുന്ന ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ ചില പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാകും. എസ്പെഷ്യലി നെക്കിൻ്റെ ഭാഗത്തുണ്ടാവും, ഫോർഹെഡിലുണ്ടാവും, ഗ്രോയിൻസിലുണ്ടാവും, ആംപിറ്റ്സിലുണ്ടാവും. 1. 2, ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറച്ച് കൂടും. അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. മറ്റൊന്ന്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ക്രേവിങ്സ് ഉണ്ടാവും. കാരണം ഭക്ഷണം കഴിച്ചത് പോരാൻ തോന്നും, കൂടുതൽ കഴിക്കണം തോന്നും. ഈ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അമ്മമാർക്കൊക്കെ വളരെ സന്തോഷം തോന്നും. കാരണം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. മാത്രമല്ല കുറച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് ആളൊന്ന് കുറച്ചൊന്ന് തടിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് നന്നായെന്ന് വിചാരിക്കും. കാരണം പൊതുവേ നമ്മുടെ നാട്ടിൽ ഇത് തടിച്ചൊക്കെ ഇരിക്കുമ്പം നല്ല ഒരു സമൃദ്ധിയുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണല്ലോ സാധാരണ കാണാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രീ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. ബട്ട് ജനറലി ഇറ്റ് ഗോസ് അൺനോട്ടീസ്ഡ്. നൗ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ എന്ന് വിചാരിക്കുക. ശരീരത്തിൻ്റെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇറ്റ് നോർമലി ക്രിയേറ്റ്സ് എലിവേറ്റഡ് ബ്ലഡ് ഷുഗർ. സോ ഡയറ്ററി പാറ്റേൺസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പതുക്കെ ഈ നമ്മുടെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഗെറ്റ് കണ്ടിന്യൂസ്ലി എക്സ്പോസ് ടു ഹൈ ലെവൽസ് ഓഫ് ഇൻസുലിൻ. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഹൈ എക്സ്പോഷർ ഓഫ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ടു ഇൻസുലിൻ ക്രിയേറ്റ്സ് എ ഡൗൺ റെഗുലേഷൻ ഓഫ് ദ ഇൻസുലിൻ റിസപ്റ്റേഴ്സ്. ഇൻസുലിൻ റിസപ്റ്റേഴ്സിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. അതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ. അതായത് ദറ്റ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം അത് വർക്ക് ചെയ്യുന്നില്ല. അതിനൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന്, ഓൾറെഡി ദർ ഈസ് ഇനഫ് ഗ്ലൂക്കോസ് ഇൻസൈഡ് ദ സെൽ. കോശങ്ങൾക്കകത്ത് ഇഷ്ടം പോലെ സെല്ലുണ്ട്. ഇറ്റ്സ് ഹൗസ്ഫുൾ. അപ്പോൾ ഗ്ലൂക്കോസിനകത്തോട്ട് ഇനി കയറാൻ സ്ഥലമില്ല. നമ്മളൊരു സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് ഹൗസ്ഫുൾ ബോർഡ് വെച്ചാൽ അതിനകത്തോട്ട് ഇനി കയറാൻ കഴിയില്ല. അതുപോലത്തെ അവസ്ഥയാണ് കോശങ്ങൾ. മാത്രമല്ല പതുക്കെ ദർ ഇസ് എ മിസ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻസൈഡ് ദ സെൽ ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ. കോശങ്ങൾക്കകത്തും കോശങ്ങൾക്ക് പുറത്തും നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലാതെ വരും. സോ സ്ലോലി സംഭവിക്കുന്നത് ഇറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മദ്യപാനി മേ ബി അദ്ദേഹം മദ്യം കഴിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു 1-2 പെഗ്ഗിലായിരിക്കാം. പതുക്കെ ഒരു 3-4-5 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ 1-2 പെഗ്ഗിൽ നിന്ന് കിട്ടുന്ന കിക്ക് ഇപ്പോൾ കിട്ടാതാവും. സോ ഓട്ടോമാറ്റിക്കലി ഹീ നീഡ്സ് മോർ ആൽക്കഹോൾ. കൂടുതൽ ആൽക്കഹോൾ കുടിക്കുമെന്ന് സംഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആൽക്കഹോളിലോട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വീണ്ടും കൂടുന്നു. അപ്പോൾ കൂടുതൽ മദ്യം കഴിക്കേണ്ടി വരുന്നു. ഓൾമോസ്റ്റ് എ സിമിലർ കൈൻഡ് ഓഫ് ഇൻ ഇവൻറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പതുക്കെ കോശങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഡയബറ്റീസ്. മിക്കവാറും ഇപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ 100 മുകളിലോട്ട് എത്തിയിട്ടുണ്ടാവാം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലീഡ്സ് ടു ഹൈപ്പർ ഇൻസുലിനീമിയ and hyperinsulinemia leads to insulin resistance. It becomes a vicious cycle. അവിടെ നിന്നാണ് if the conditions progress and then finally one day or over a period of time
അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽസ് 125 മുകളിലോട്ട് എത്തുന്നു. ആക്ച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസിൽ എത്തിയ ഒരാളെ സംബന്ധിച്ച് ഞാൻ സാധാരണ പറയും അദ്ദേഹം ഡയബറ്റീസിലോട്ട് പോകുന്ന ഒരു ബസ്സിൽ കയറി ഇരിക്കുന്ന ഒരാളാണെന്ന് പറയും. ഡെഫിനറ്റ്ലി വൺ ഡേ ഹീ ഈസ് ഗോയിങ് ടു അറൈവ് ദെയർ. സോ ഇൻ ദീസ് കണ്ടീഷൻസ് ഹീ ബിക്കം ഡയബറ്റിക്. ഡയബറ്റിക്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി സിംറ്റംസ്, ദാഹം, തളർച്ച, എപ്പോഴും ക്ഷീണം, ഓൾവേസ് ഫീൽസ് ഫെറ്റീഗ്, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈവൻ അദ്ദേഹത്തിന് ഒബ്വിയസ് ആയിട്ടുള്ള ഒബേസിറ്റി ഉണ്ടാവും. പ്ലസ് അതിനോടൊപ്പം സംഭവിക്കാൻ പോകുന്നത് ഈ ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ ആൻഡ് ഹൈ ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ. അവിടെ നിന്നാണ്. സോ ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദി കണ്ടീഷൻസ്. ഒട്ടുമിക്ക രോഗങ്ങളുടെയും തുടക്കം അവിടെ നിന്നാണ്. ഇത് ചിലപ്പോൾ ഒരു 5-10 വർഷം കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ചികിത്സ ചിലപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? കൂടുതലും ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതൊരു 110-ലോ 100-ലോ താഴെ കൊണ്ടുവരാൻ ആവശ്യമായിട്ട് ചില ചികിത്സകളും ചില ചെറിയ ഡയറ്ററി ചേഞ്ചസാണ് സാധാരണ കാണാറുള്ളത്. ഇത് പ്രൊലോങ് ചെയ്യൽ എന്ത് സംഭവിക്കുന്നു? ഈ ഇൻഫ്ലമേഷൻ കൊണ്ടും ഹൈപ്പർ ഇൻസുലിനീമിയ കൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും ഫൈനലി നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്, ബീറ്റാ സെൽസ് ഓഫ് ദ പാൻക്രിയാസ്, അതിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ഇൻസുലിൻ പ്രൊഡക്ഷൻ കംസ് ഡൗൺ. പിന്നെ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് പിന്നെയും കുറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലീഡ്സ് ടു ഹൈപ്പർ ഇൻസുലിനീമിയ ആൻഡ് ഹൈപ്പർ ഇൻസുലിനീമിയ ലീഡ്സ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ഇൻസുലിൻ ടോക്സിസിറ്റി. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്? പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ആൻഡ് ദിസ് വി കോൾ ഡബിൾ ഡയബറ്റീസ്. അതായത് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും ഒന്നിച്ച് വരുന്ന അവസ്ഥയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ദ ഹോൾ സെല്ലുലാർ ബയോകെമിസ്ട്രി ഇൻ ഡയബറ്റീസ്. ഈ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ഡയബറ്റീസ് റിവേഴ്സലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ റിവേഴ്സിങ് ഡയബറ്റീസ് ഈസ് സിമ്പിൾ പ്രൊവൈഡഡ് യു നോ വാട്ട് ടു ഡു. ഇത്രയും നമ്മൾ സമയം സംസാരിച്ചതിൽ നിന്ന് എന്താണ് എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇത്രയും നാൾ ഒരു അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നത് വി ഹാവ് ബീൻ ഓപ്പറേറ്റിംഗ് ഡൗൺ സ്ട്രീം, ബട്ട് വി നീഡ് ടു ഗോ അപ് സ്ട്രീം. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചു, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരം ഡയബറ്റീസ് എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ നല്ല വർക്ക് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വി നീഡ് ടു ഗോ ടു ദി റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം. എവിടെ നിന്നാണോ തുടങ്ങിയത് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതായിട്ട് ആവശ്യമാണ്. അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നൊരു സ്റ്റോറി പറയാം, അതായിരിക്കും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ആൻഡ് ഇറ്റ്സ് വെരി ഷാർപ്പ് സ്റ്റോറി. കാരണം ഒരു കോളേജിലെ പ്രൊഫസർ, ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, അദ്ദേഹം ആ വർഷം ആ കോളേജിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ഗോൾഡ് മെഡലിൽ പാസ് ഔട്ടായ ഒരു വ്യക്തിയുമായിട്ട് പിന്നെ ഒരു പുഴയുടെ സൈഡിൽ കൂടെ സംസാരിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് സംസാരിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിലൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോഴത്തെ ഒരാൾ മുങ്ങിച്ചാകാനായിട്ട് പോകുന്നു. പ്രൊഫസറെ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു, വൈ ഡോണ്ട് യു സപ്പോർട്ട് ഹിം, പെട്ടെന്ന് രക്ഷപ്പെടുത്തുക, കാരണം അത് വളരെ ട്രാജിക് സിറ്റുവേഷനാണ്. ഈ സ്റ്റുഡൻറ്റ് നേരെ പുഴയിലോട്ട് ചാടുന്നു, അദ്ദേഹത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു, പ്രൈമറി കെയർ കൊടുക്കുന്നു, എല്ലാം റെഡിയാവും. അതിനുശേഷം വീണ്ടും അവർ എൻ്റെ പുഴയുടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് കോൺവെർസേഷൻ തുടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ വീണ്ടും വേറൊരാൾ മുങ്ങിച്ചാകുന്നു. പ്രൊഫസർ എഗെയിൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും പുഴയിൽ ചാടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, രക്ഷപ്പെടുത്തുന്നു. പക്ഷേ ഇത് മൂന്നാമതായി, നാലാമതായി, അഞ്ചാമതായപ്പോഴത്തേക്ക് ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഇനി ആൾ പുഴയിൽ വീഴാണെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനിപ്പോൾ തന്നെ ഓൾറെഡി ടയർഡാണ്. ഇനി ഞാൻ പുഴയിൽ ചാടിയാൽ ഞാൻ തന്നെ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രൊഫസർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്, നീ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, പക്ഷേ നിനക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിപരമായി ഈ പ്രശ്നത്തെ സമീപിക്കാമായിരുന്നു. നീ ചെയ്യേണ്ടിയിരുന്നത് യു നീഡ് ടു റൺ അപ് സ്ട്രീം. കാരണം ഈ സ്ട്രീമിൻ്റെ മുകളിൽ നിന്ന് എവിടുന്നോ ആൾക്കാർ തുടർച്ചയായിട്ട് പുഴയിലോട്ട് വീഴുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുപോലെ പ്രമേഹത്തിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു അപ്സ്ട്രീം അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. എവിടെയാണോ പ്രമേഹം തുടങ്ങിയത് അവിടെ പോയി നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ സെൻറ്ററിൽ ഈ ഡയബറ്റീസ് റിവേഴ്സലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഇവിടെ ആക്ച്വലി എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്ത് സിസ്റ്റമാണ്, അലോപ്പതിയാണോ, ആയുർവേദമാണോ, അതോ എന്തെങ്കിലും ഇമ്പോർട്ടറായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മെഡിസിൻ്റെ പേരാണ് ഫുഡ്. ഫുഡ് ക്യാൻ ഹീൽ യു,
ഓർ ഫുഡ് ക്യാൻ കിൽ യു. ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഈ മെഡിസിൻ കഴിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്നാണ്. അപ്പോൾ ഫുഡാണ് ഇവിടുത്തെ പ്രോട്ടോകോൾ നമ്പർ 1. ഇപ്പോൾ തന്നെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. ശരിയാണ്. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പം പോലെ ശീലിച്ച് വന്നിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അതുപോലെ തന്നെ നമുക്ക് പല ഫുഡുകളും കംഫർട്ട് ഫുഡുകളാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ക്ലയൻറ്റ് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വർഷങ്ങളായിട്ട് ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുംഭകോണം കോഫിയും 2 ആരോ റൂട്ട് ബിസ്ക്കറ്റുമായിട്ടാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. ഇവിടെയാണ് ആക്ച്വലി ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്. ഞാൻ ഇടപെടുന്നത് ഇവിടെയാണ്. കാരണം ഞാനൊരു ഡയബറ്റോളജിസ്റ്റ് അല്ല, ഞാനൊരു ഫിസിഷ്യനല്ല. ഐ വാസ് ആക്ച്വലി എ വെറ്റിനറിയൻ. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഒരു ഹെൽത്ത് കോച്ചായിട്ടും അതോടൊപ്പം ഒരു ഫങ്ഷണൽ ന്യൂട്രീഷനിസ്റ്റുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ആക്ച്വലി ചെയ്യുന്നത് വ്യക്തികളുടെ ഡയറ്റ്, ന്യൂട്രീഷൻ. ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഇസ് ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ്. ഡയറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്നതാണ്. ന്യൂട്രീഷൻ ഈസ് വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. സോ ഡയറ്റ്, ന്യൂട്രീഷൻ, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, സ്ട്രെസ്സ്, സ്ലീപ്പ് തുടങ്ങിയിട്ടുള്ള ഈവൻ പലരുടെയും ബിലീഫ് പാറ്റേൺസ് ഉണ്ട്. അതുവരെ നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ട്. ഈവൻ വി ഗോ ടു എൻ എക്സ്റ്റെൻറ്റ് അവരുടെ ഫാമിംഗ് പ്രാക്ടീസസ് ഉണ്ടാവും, അതുപോലെ ഷോപ്പിംഗ് ഉണ്ടാവാം, കുക്കിംഗ് ഉണ്ട്, ഈറ്റിംഗ് ഉണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്, മീൽ ടൈമിംഗ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഈസ് അവരിൽ നല്ല ആരോഗ്യം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. So when we create health, diseases go away. Plus, of course, മിക്ക ആൾക്കാർക്കും maybe we need a medical support. So we have a team. So we have physicians, we have nutritionists. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ഡയറ്റും ഒക്കെ നമ്മൾ ആൾക്കാരിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയറ്റിൽ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ദേ ആർ സൂപ്പർ സെൻസിറ്റീവ് ടു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് കാർബ്. അവരതിനകത്ത് ഇൻടോളറൻ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻടോളറൻ്റായിട്ട് ചില ഫുഡുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പീനട്ട് ഇൻടോളറൻസ് ഉണ്ടാകും, ചിലർക്ക് പ്രോൺസ് ഇൻടോളറൻസ് ഉണ്ടാകും, ചിലർക്ക് പൈനാപ്പിൾ ഇൻടോളറൻസ് ഉണ്ടാകും. അപ്പം വളരെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ മാറ്റുക എന്നുള്ളതാണ് ഫോർ ദ ടൈം ബീങ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ഗ്രെയിൻസിനെയും ബീൻസിനെയും ഒഴിവാക്കേണ്ടി വരും. അതാണ് പ്രധാനമായിട്ട് ഇന്നത്തെ നമ്മുടെ ഡയറ്റിലൊരു മേജർ റോള് പ്ലേ ചെയ്യുന്നത് ഗ്രെയിൻസ് ആണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഗ്രെയിൻസ് അങ്ങ് എടുത്ത് മാറ്റേണ്ടി വരും. മേ ബി ഒറ്റയടിക്ക് സാധിച്ചില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിവേഴ്സൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിന് അടുത്ത ചോദ്യമാണ് പകരം എന്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കുറവുള്ള, അതായത് നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ്, നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്താണെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഇതൊക്കെ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ്. നോൺ സ്റ്റാർച്ചായിട്ട് പറയാവുന്നപ്പോൾ ഉള്ളി ഉപയോഗിക്കാം, തക്കാളി ഉപയോഗിക്കാം, ക്യാപ്സിക്കം ഉപയോഗിക്കാം, ക്യാബേജ് ഉപയോഗിക്കാം, ബ്രൊക്കോളി ഉപയോഗിക്കാം, കോവയ്ക്ക ഉപയോഗിക്കാം തുടങ്ങിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസുമാണ്. അപ്പോൾ മെയിൻലി കൂടുതലും സാലഡുകളും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ, പൊതുവെ നമുക്കൊരു ഫാറ്റ് ഫോബിയുണ്ട് ജനറലി. കാരണം പ്രമേഹമുള്ള ആൾക്കാരായിക്കോട്ടെ അല്ല, എല്ലായിടത്തും പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റിൽ നിന്ന് ഫാറ്റ് ഒഴിവാക്കുക, അത് കഴിയരുത്, ഇത് കഴിക്കരുത്, അങ്ങനത്തെ ഒരു ജനറൽ അഡ്വൈസാണ്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കഴിഞ്ഞൊരു 50 ഇയേഴ്സായിട്ട് നമ്മൾ ഈ ഒരു ലോ ഫാറ്റ് ഡയറ്റ് റെക്കമെൻഡ് ചെയ്തിട്ട് പോലും കാര്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഡിഫറൻസ് പലതിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് ആക്ച്വലി സയൻറ്റിഫിക്കലി ഇറ്റ്സ് റോങ്. വി നീഡ് ലോട്ട് ഓഫ് ഫാറ്റ്, ഇൻഫാക്ട് ഗുഡ് ഫാറ്റ്. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സലിന് വളരെ ക്രിട്ടിക്കൽ റോളുള്ളത് ഡയറ്റിൽ നന്നായിട്ട് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗ്ലൂക്കോസാണ് പ്രധാനമായിട്ട് എനർജി സോഴ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഗുഡ് ഫാറ്റിലോട്ട് കൊണ്ടുവരികയാണ്. ബേസിക്കലി ഒരു കീറ്റോജനിക് അപ്രോച്ചാണ്. കറക്റ്റ്. അത് കീറ്റോജനിക്, അതായത് ഇവിടെ നമ്മൾ കീറ്റോസിസ്, ന്യൂട്രീഷണൽ കീറ്റോസിസ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഡയബറ്റീസ് റിവേഴ്സിൽ നമ്മൾ ന്യൂട്രീഷണൽ ലെവൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കീറ്റോസിസ് ക്യാൻ കിൽ ഡയബറ്റീസ്. പൂർണ്ണമായിട്ടും ഡയബറ്റീസിനെ കില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കീറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് ഫാറ്റ് നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. സേ ലൈക്ക് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, നട്ട്സ്, സീഡ്സ്, ബട്ടർ, ഗീ തുടങ്ങിയിട്ടുള്ള നമ്മൾ ഭയത്തോടെ കണ്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് തിരിച്ച് വീണ്ടും ഡയറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് വളരെ നല്ലൊരു ഗുഡ് ന്യൂസാണ്. കാരണം നമുക്ക് രുചികരമായിട്ടുള്ള ഒത്തിരി ഭക്ഷണങ്ങൾ നമുക്ക് ഈ രീതിയിൽ കഴിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടീനുമാണ്. പ്രോട്ടീൻ ഇച്ചിരി ട്രിക്കിയാണ്. കാരണം പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ലെവൽ കൂട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വളരെ ആവശ്യവുമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസുലിൻ നിർമ്മിക്കണമെങ്കിൽ 51 അമിനോ ആസിഡ്സ് ആവശ്യമാണ്.
സോ മോഡറേറ്റ് ലെവൽ ഓഫ് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് കീറ്റോജനിക് ഡയറ്റാണ് നമ്മൾ ഡയബറ്റീസ് റിവേഴ്സലിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ സയൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എ സെപ്പറേറ്റ് വീഡിയോ ഓൺ കീറ്റോജനിക് ഡയറ്റ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്. അത് കാണുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവാൻ ഒരു ഡിന്നറിന് ഒരു എക്സാമ്പിൾ പറയാം. നല്ലൊരു ക്വസ്റ്റ്യാണ്. ഇപ്പോൾ പല ഡയബറ്റിക് ഉള്ള ആൾക്കാരും കൂടുതലും ഇപ്പോൾ ഡിന്നർ കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ സാധാരണ പറയാറുണ്ട്, ഞാൻ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ, മേ ബി 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശ അല്ലെങ്കിൽ മേ ബി കുറച്ച് പുട്ടോ ഗോതമ്പ് പുട്ടോ ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഒരു കാര്യം, ഇതിൽ കഴിക്കുന്ന കൂടുതലും ഗ്രെയിൻസാണ്. ഗ്രെയിൻസ് അൺറിഫൈൻഡ്, അതായത് തവിടോട് കൂടിയ ഗ്രെയിൻസ് ആണെങ്കിൽ പോലും 75% ഗ്ലൂക്കോസാണ്, സ്റ്റാർച്ചാണ്. തവിട് കളഞ്ഞാണെങ്കിലോ 95% ഗ്ലൂക്കോസാണ്. അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ളൊരു ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് കരുതുന്ന ഒരാൾ പോലും രാത്രി കഴിക്കുന്ന ഡിന്നർ മുഴുവൻ എന്താണ്? സ്റ്റിൽ ഗ്ലൂക്കോസ് ഓർ കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റാർച്ചാണ് കഴിക്കുന്നത്. ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. ഞാൻ കൂടുതൽ ദിവസങ്ങൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. ഒരു നെയ്യിൽ റോസ്റ്റ് ചെയ്ത ഒരു വെജിറ്റബിൾ സാലഡ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുറച്ച് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ക്യാബേജ് അതെല്ലാം കൂടി ഇട്ടിട്ട് നിന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ എക്സ്ട്രീംലി കൂടെ, കാരണം ഗുഡ് ഫാറ്റാണ്, ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്, തേങ്ങയൊക്കെ ഇട്ടിട്ട് മേ ബി നിങ്ങൾ എഗ്ഗ് ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ എഗ്ഗ് കഴിക്കാം, ഫിഷ് വേണമെങ്കിൽ കഴിക്കാം, പനീർ, മഷ്റൂം അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനത്തെ ഒരു ഡിന്നർ ആലോചിച്ച് നോക്കി. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കൂടുതലുമുള്ളത് ഫാറ്റും ലോ കാർബ്, അപ്പോൾ ഇൻസുലിൻ സ്പൈക്കിംഗ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഡയറ്റ് ഹൈപ്പർ ഇൻസുലിനീമിയയും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഡ്രമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. സോ ഇത്തരത്തിലൊരു സെറ്റ് ഓഫ് ഡയറ്ററി ചേഞ്ചസ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേ ബി കുറച്ച് ഇൻക്രിമെൻ്റലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊന്ന് പ്രോട്ടോക്കോൾ നമ്പർ 1. പ്രോട്ടോക്കോൾ നമ്പർ 2 വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് മീൽ ടൈമിംഗ് ആണ്. ഒരുപക്ഷെ എനിക്കൊന്ന് പല ആൾക്കാരും അധികം ശ്രദ്ധിക്കാത്തതാണ്. ഇപ്പോൾ ജനറലി ആൾക്കാരുടെ ഒരു മീൽ ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും രാത്രി ഡിന്നർ കഴിക്കുന്നത് മേ ബി ഒരു 8-8:30 മണിക്ക് 9 മണിക്കായിരിക്കും. മിക്കവാറും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായിരിക്കും? രാവിലെ 8 മണി 8:30 മണിക്കൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇവർക്ക് കിട്ടുന്ന ഒരു 10-12 മണിക്കൂറായിരിക്കും ഫാസ്റ്റിംഗ് കിട്ടുന്നത്. നൗ ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ മീൽ ടൈമിങ്ങിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് പറയുന്നത് യു എക്സ്റ്റെൻഡ് യുവർ ഫാസ്റ്റിംഗ് ടൈം. ഇപ്പോൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഫാസ്റ്റ് ചെയ്യുന്നതിനെ പടിപടിയായിട്ട് ഒരു 14 മുതൽ 16 മണിക്കൂറോട്ട് ഫാസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. സോ your fasting time will be 14 to 16 hours and your eating time will be maybe ഒരു 7 to 8 hours or you can 6 hours വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. And this is called a prolonged fasting or extended fasting. ഡയബറ്റീസ് മാനേജ്മെൻറ്റിലും റിവേഴ്സലിലും വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ടൈമിംഗ്, അത് മീൽ ടൈമിംഗ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ ദിസ് ഈസ് പ്രോട്ടോക്കോൾ നമ്പർ 2. പ്രോട്ടോക്കോൾ നമ്പർ 3 ഡെഫിനറ്റ്ലി സംശയമില്ല എക്സസൈസ് തന്നെയാണ്. എക്സസൈസ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഹൈപ്പർ ഇൻസുലിനെയും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. എന്ത് തരത്തിലുള്ള എക്സസൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ പല ആൾക്കാരും നടത്തമോ അല്ലെങ്കിൽ വളരെ സിമ്പിൾ കൈൻഡ് ഓഫ് എക്സസൈസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിനൊന്ന് കുറച്ചൊന്ന് സയൻറ്റിഫിക്കായിട്ടൊന്ന് ഡിസൈൻ ചെയ്താൽ മതി. ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, അതാണ് ആക്ച്വലി വി കോൾ ഇറ്റ് HIIT, അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മസിൽ ടോണിങ് എക്സസൈസും റെക്കമെൻഡ് ചെയ്യും. കാരണം മസിൽസ് ക്രിട്ടിക്കലായിട്ടുള്ള റോള് ഈ പറഞ്ഞ ഹൈപ്പർ ഇൻസുലിനീമിയ കറക്റ്റ് ചെയ്യുന്നതിനകത്തും അതുപോലെ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തെടുക്കാനും ഈ മസിൽ മേക്കപ്പ് വളരെ ക്രിട്ടിക്കലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്. അതായത് ഒരു അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എലോങ് വിത്ത് ദ ഡയറ്റ് വി നീഡ് സം സ്പെസിഫിക് ന്യൂട്രീഷണൽ സപ്പോർട്ട്. മേ ബി ചിലപ്പോൾ ഫുഡിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ വി മേ ഈവൻ ഹാവ് ടു ഗോ ഫോർ സം ക്വാളിറ്റി ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. സേ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി വളരെ ക്രിട്ടിക്കലാണ് ഡയബറ്റീസ് റിവേഴ്സലിൽ. അതുപോലെ തന്നെ മേ ബി സം മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ വിത്ത് സം ഫൈറ്റോ ന്യൂട്രിയൻസ് ക്രിട്ടിക്കലാണ്. ഫൈബർ ഇസ് ക്രിട്ടിക്കൽ. ഒമേഗ 3 ഈസ് വെരി ക്രിട്ടിക്കൽ. അത് വളരെ എഫക്റ്റീവാണ്. മേ ബി സം അതർ സ്പെസിഫിക് മിനറൽസ് ലൈക്ക് സിങ്ക്, മെഗ്നീഷ്യം, ഈവൻ പല ഹെർബൽ സപ്പോർട്ട്സുകളും വളരെ നല്ലതാണ്. ലൈക്ക് കുർക്കുമിൻ, അശ്വഗന്ധ,
അപ്പോൾ ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം സേ ലൈക്ക് ഡയറ്റ്, റൈറ്റ് കൈൻഡ് ഓഫ് ഡയറ്റ്, 2 മീൽ ടൈമിംഗ്, 3 എക്സസൈസ്, 4 ന്യൂട്രീഷണൽ സപ്പോർട്ട്, പ്ലസ് മേ ബി ചില ആൾക്കാരിൽ സ്ലീപ്പ് കമ്പോണൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ചിലരിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. സോ ഇതിനെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൊണ്ട് നമുക്ക് ഡയബറ്റീസിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇൻഫാക്റ്റ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന പല ആൾക്കാരിലും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ വിത്തിൻ ഈവൻ 2 to 3 വീക്സ് കഴിയുമ്പോൾ തന്നെ അവരുടെ ബയോളജിയിൽ അതുപോലെ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസിലൊക്കെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് കാണാൻ തുടങ്ങും. ആൻഡ് ഈവൻ ഞങ്ങളുടെ ഫിസിഷ്യൻസ് ദേ റെക്കമെൻഡ് ടു ചേഞ്ച് ദെയർ മെഡിക്കേഷൻസ്. വി സ്റ്റാർട്ട് അൺപ്രിസ്ക്രൈബിങ് ദെയർ മെഡിക്കേഷൻ. ഇങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ തുടങ്ങി എത്ര സമയം എടുക്കുമായിരിക്കും അങ്ങനത്തെ ഒരു മെഡിക്കൽ? Generally it depends from individual, it depends between individuals, but generally വളരെ പെട്ടെന്ന് തന്നെ ഡയറ്ററി ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ മാസീവായിട്ടുള്ള ചേഞ്ചസ് പിന്നെ ഷുഗർ കൺട്രോളിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 to 3 വീക്സ്. പക്ഷേ മേ ബി രണ്ടാമത്തെയോ അല്ലെങ്കിൽ വളരെ ദീർഘനാളായിട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ടൈം. അറ്റ് പ്രസൻറ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഗ്ലോബലി എത്രമാത്രം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? പ്രമേഹത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ബോസ്റ്റണിലെ ജോസ്ലിൻ ഡയബറ്റീസ് സെൻ്ററാണ്. അത് ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സെൻ്ററാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജോസ്ലിൻ നടന്നിട്ടുള്ള പല പഠനങ്ങളും ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന മറ്റൊരു സെൻറ്റർ ക്ലിവ്ലാൻഡ് സെൻറ്റർ ഫോർ ഫങ്ഷണൽ മെഡിസിനാണ്. റീസെൻ്റായിട്ട് അവിടെ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പൈലറ്റ് സ്റ്റഡി നടന്നു. 250ഓളം പേഷ്യൻസ്, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 250ഓളം പേഷ്യൻസിന് ഒരു 1 year സ്റ്റഡിയാണ് അവിടെ നടന്നത്. അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പറഞ്ഞ ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊടുക്കുകയും ഈ 1 വർഷം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 94% ആൾക്കാർക്കും പൂർണ്ണമായിട്ടും ഇൻസുലിൻ നിന്ന് പുറത്തു വരാൻ സാധിച്ചു. ആൻഡ് 60% ആൾക്കാർക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിത്ത് ദീസ് കൈൻഡ് ഓഫ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോട്ടോകോൾ കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചു. സോ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ with the right kind of approach, provided you know what to do.